അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ മക്കളെ? നമ്മുടെ പാഠഭാഗങ്ങൾ അവസാനിച്ച് ഇനി അതിൻ്റെ എക്സസൈസുകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കഥ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ആസ്വദിക്കാനും ഒക്കെ. എഴുതാനായിരിക്കും കുറച്ച് പ്രയാസം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആസ്വദിച്ചപ്പോൾ ഒരു പ്രയാസത്തിൻ്റെ ഒപ്പമാണല്ലോ ഒരു സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ കുറച്ചൊക്കെ നിങ്ങൾ സന്തോഷിച്ചു. ഇനി ആ ഒരു സന്തോഷത്തിലൂടെ തന്നെ നിങ്ങൾ കുറച്ച് പ്രയാസങ്ങൾ സഹിക്കണം. ഒന്നുമില്ല, കുറച്ച് സംഗതികൾ നിങ്ങൾക്ക് എഴുതാണ്ട് അത് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ എഴുതിയാൽ ആ പ്രയാസം സന്തോഷമായും പരിണമിക്കും അല്ലേ? അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ അർത്ഥങ്ങൾ നിങ്ങൾ ആദ്യം നോക്കാം. ലഫ്സോർ മാന എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ് ലഫ്സും മാനും അല്ലേ? ദിൽചസ്പ്. എന്താ ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ അച്ഛ ലഗ്നെ വാല कोई तमाशा गैरा जिसके देखने में दिल लगे या कोई किस्सा किताब गैरा जिसके പഠനേ മേ ദിൽ ലഗെ. എന്താ പറഞ്ഞത്? നമുക്ക് നന്നായി തോന്നുന്നതിനാണ് ദിൽചസ്പ് എന്ന് പറയാം. മനോഹരമായി തോന്നുന്ന, നന്നായി തോന്നുന്ന. ഇപ്പം എന്തെങ്കിലും തമാശ അല്ലെങ്കിൽ ഒക്കെ കാണുക അല്ലെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കിതാബ് വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമുക്കൊരു രസം വരിക, സന്തോഷം വരിക. ഇതിനൊക്കെയാണ് എന്ത് പറയുക? ദിൽചസ്പ് എന്ന് പറയാം. എന്ത് പറയാം? ദിൽചസ്പ് എന്ന് പറയാം. മനസ്സിലായോ? നല്ല രസം തോന്നുക, സന്തോഷം തോന്നുക എന്നുള്ള അർത്ഥം. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പോൾ നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ. നെച്ചോട് പറഞ്ഞാൽ നത്തീജ ഹാസിൽ ഹുലാസ. ഒരു പാഠം കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി, അതിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന് നമ്മൾ പറയില്ലേ, അതിനാ എന്ത് പറയുക? നെച്ചോട്. ഹൂഷേറ കുച്ച അറിയില്ല, കുല. ഗുച്ചേറ കുല. മുന്തിരിക്കൊലക്കൊക്കെ നമ്മൾ പറയല് എന്ത്? ഹൂഷ എന്ന് പറയും. മുന്തിരിക്കൊലകൾക്ക് നമ്മളെന്ത് പറയും? ഹൂഷ എന്ന് പറയില്ലേ? നമ്മൾ പറഞ്ഞല്ലോ. മുന്തിരിക്കൊലകൾക്ക് എന്ത് പറയും? ഹൂഷ എന്ന് പറയും. അപ്പോൾ പിന്നെ ഉള്ളത് എന്താണ്? ഹംദ എന്ന് പറഞ്ഞാൽ അച്ഛ, നല്ല എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ എന്ത് പറയും? ഹംദ എന്നൊക്കെ പറയും. പിന്നെ നോക്കൂ നിങ്ങൾ. റോഹ് ചെഹ്റാസം. റോഹ്. എന്താ റോഹ് എന്ന് പറഞ്ഞാൽ? റോഹ് എന്ന് പറഞ്ഞാൽ എന്താ? മുഖം അല്ലേ? മുഖം, നമ്മുടെ ആകൃതി, അതിനാണ് എന്ത് പറയുക? റോഹ് എന്ന് പറയാം. നിഡാൽ എന്ന് പറഞ്ഞാൽ തക്കാഹുവ, ക്ഷീണിച്ച, ലൊയ്ഫായ എന്നുള്ള അർത്ഥത്തിൽ അബലനായ, ചബലനായ, പിന്നെ ഉന്മേഷമൊന്നും ഇല്ലാത്ത ആൾക്ക് എന്ത് പറയാം? നിഡാൽ എന്ന് പറയാം. അതുപോലെ സുർഹ് പറഞ്ഞാൽ ലാല്. സുർഹ് എന്ന് പറഞ്ഞാൽ എന്താ? ലാൽ. മനസ്സിലായിട്ട് പറയണേ? ഓരോ അർത്ഥങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചോളി കേട്ടോ. സുർഹ് പറഞ്ഞാൽ എന്താണ്? ലാല് അല്ലേ? ഓരോ അർത്ഥങ്ങൾ ശ്രദ്ധിക്കണം. നിഡാല് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? പറയേ. യെസ്, നിഡാല് പറഞ്ഞാൽ തക്കാഹുവ, ക്ഷീണിച്ചെന്നർത്ഥം. സുർഹ് പറഞ്ഞാൽ ലാല്, ചുവന്ന, റെഡ്. ഐബ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ മുമ്പ് ഇനി എപ്പോഴും കേൾക്കണം ഐബ് 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 എന്ന്. അറബിയിലൊക്കെ നമ്മൾ കേൾക്കണം ഒന്നാണെന്ന് ഐബ് എന്ന് പറയണേ അല്ലേ? ഐബ് എന്ന് പറയുന്നത് എന്താ? ബുരായി, ഖറാബി, മോശത്തരം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയല്. ബുരായി, ഖറാബി, മോശത്തരം. അതിനാണല്ലോ നമ്മൾ ഐബ് എന്ന് പറയാം. അതിനല്ലേ നമ്മൾ പറയല് ഐബ് എന്ന്. ഇനി നോക്കോ, ഗൗർ കീജി എന്നൊക്കെ പറഞ്ഞാണ്ടൊരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആപ്പിനെ ദോ കഹാവത്തേക്ക് ബാരേമേ कहानियाँ पढ़ते और देखा कि एक कहावत के पीछे पूरा वाक़या या कहानी होती है, उसी तरह कुछ कहावतें और उनकी पीछे मौजूद कहानियाँ पढ़िए. ഇപ്പോൾ രണ്ടെണ്ണ പറഞ്ഞത്. ഇതുപോലെ നിങ്ങളെന്ത് ചെയ്യുക? വേറെയും ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ അന്വേഷിക്കാനാണ് പറയണത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യുക? ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? സോച്ചി ഓർ ബത്തായി ഓർ ലിഖിയെ. ചിന്തിക്കുക, ചിന്തിച്ചാൽ മാത്രം മതിയാ? ചിന്തിച്ചാൽ അങ്ങനെ ഉത്തർന്നാ വരാ, എഴുതും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സോച്ചിയ ബത്തായി ഓർ ലിഖിയെ. ജിസ് തറ ഷേർ കി ബഹാദുരി മഷൂർ ഹെ ഉസി തറ ഗോഡ കി കോൺ സി ഖൂബി മഷൂർ ഹെ. എന്താ പറഞ്ഞത്? ഏത് രീതിയിലാണോ നമ്മുടെ സിംഹത്തിൻ്റെ ആ ഒരു ബഹാദുരി പ്രശസ്തമായിട്ടുള്ളത്, അതിൻ്റെ ധൈര്യം പ്രശസ്തമായിട്ടുള്ളത് എന്ന പോലെ ഗോഡ, കുതിരയുടെ എന്ത് വിശേഷണമാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം നിങ്ങൾ മനസ്സിലായല്ലോ. ലോമഡിക്കോ ബാഗ് മേ ക്യാ ചീസ് നസറായി. നമ്മുടെ ലോമഡിക്ക്
ബാഗില്, ബാഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, തോട്ടത്തിൽ എന്ത് വസ്തുവാണ് കാണാൻ കഴിഞ്ഞത്? തോട്ടത്തിൽ പോയപ്പോൾ നമ്മുടെ ലോമടിക്ക് എന്ത് കാണാൻ കഴിഞ്ഞു? അതാണ് ക്വസ്റ്റ്യൻ. ഒക്കെ സിമ്പിളാണ്, സോ ഹമ്പിളാണ്. നെക്സ്റ്റ് നോക്കൂ. ലോമടിനെ അങ്കോർ നക്കാനേക്ക് ക്യാ വജഹ ബതായി. നമ്മുടെ ലോമടി മുന്തിരി തിന്നാത്തതിൻ്റെ യുക്തി എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ട് മുന്തിരി തിന്നില്ല? അതിനുള്ള കാരണം എന്താണ് പറഞ്ഞത് എന്നാണ് നെക്സ്റ്റ്. അതുപോലെ ബന്ദർ കഹാം ബൈഠാ ഹുവാ താ ഓർ ക്യാ കർ രഹാ താ. നമ്മുടെ ബന്ദർ എവിടെയാണ് ഇരുന്നിരുന്നത്, എന്നിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആ സമയത്ത് എന്തായിരുന്നു നമ്മുടെ കുരങ്ങനെ ചെയ്തിരുന്നത്? അങ്ങനെ ഓരോന്ന്. ബില്ലിയോങ്കോ റോട്ടി ക്യൂ നഹി മിലി. നമ്മുടെ ബില്ലികൾക്ക് എന്തുകൊണ്ടാണ് റൊട്ടികൾ കിട്ടാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ? ഓരോരുത്തർ ഇപ്പം തന്നെ ചിരി തുടങ്ങിയണോ അല്ലേ? എന്തുകൊണ്ടാണ് അറിയാലോ? ആ വിഭജനം അല്ലേ, ഇന്ത്യൻ പാകിസ്ഥാനുള്ള വിഭജനം പോലെ വിഭജിച്ചപ്പോഴേ ഡിവൈഡ് ആൻഡ് റൂൾ ആയിക്കാണ്ടേ ഏതെല്ലാട്ടെ അവസാനം ഒന്നും കിട്ടാത്ത സാധുക്കൾ, പാവം പൂച്ചകൾ അല്ലേ. അപ്പോൾ ഏതായാലും നെക്സ്റ്റ് നോക്കട്ടോ. ഇനി ഖാലി ജഗോക്കോ നീച്ചെ ലിഖേ ഹുയേ സ്വയോ അൽഫാസ് സേ പൂരെ കീജിയേ. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് ശ്രദ്ധിക്കാത്ത? ഞാൻ പാട്ട് പാടേണ്ടി വരുമല്ലോ, എന്നാലേ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. പാട്ട് പാടണോ? ആണെങ്കിൽ ഒരു 4 വരി പാടാം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഉന്മേഷം വന്നോട്ടെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേ, നല്ലോണം ശ്രദ്ധിക്കട്ടോ. ശ്രദ്ധിക്കൂലേ? യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കേട്ടല്ലോ, അത് മതി. അപ്പോൾ ഇടയ്ക്കൊരു പാട്ടില്ലെങ്കിൽ ശരിയാവില്ല എനിക്ക് തോന്നാം. ഏതായാലും അപ്പോൾ താഴെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ശരിയായ ലഫ്ള് കൊണ്ട് പൂരിപ്പിക്കുക. എന്തെങ്കിലും എഴുതി വെക്കരുത് കേട്ടോ. കോപ്പി അടിച്ച് എഴുതുമ്പോൾ അതിനനുസരിച്ച് മാന്യതയിൽ കോപ്പി അടിച്ച് എഴുതാണേ. കോപ്പി അടിച്ച് എഴുതാണെങ്കിലേ മാന്യമായിട്ട് കോപ്പി അടിച്ചണം, കറക്റ്റായിട്ട് എഴുതാണ് കേട്ടോ. കോപ്പി അടിക്കണം എന്നല്ല പറഞ്ഞത്, പല ആളുകൾ അടിക്കലുണ്ട് നമുക്കറിയാം, അത് പോട്ടെ. ഏതായാലും മനസ്സിലാക്കിയിട്ട് കോപ്പി എടുക്കണം കേട്ടോ. एक दिन एक लोमड़ी अपनी डैश की तलाश में निकली. लोमड़ी के डैश में पानी भराया. ഓരോ നോക്കി നിങ്ങളെ. लोमड़ी ने कहा डैश चीज आसानी से हाथ कहाँ आती है. बंदर खुद रोटी पर डैश जमाने की फिक्र में था. മനസ്സിലായിട്ട് പറയണേ. बिल्लियों ने कुछ देर सोचा और बंदर से कहा कि भैया तुम ही डैश कर दो. മനസ്സിലാണ്ടോ? പറഞ്ഞ മനസ്സിലാണ്ടില്ലേ? ഓക്കെ മനസ്സിലാണ്ടല്ലേ. നോക്കി നിങ്ങൾ. തുമാരി ഡാഷ് കി ഖറാബീനെ പഹലെ ഹി കാം ബിഗാഡ് ദിയ. ഒക്കെ കിതാബിലെ നോക്കിയാൽ എത്ര എളുപ്പം കിട്ടും. കിതാബിലൊന്നും നിങ്ങൾ നോക്കിയാൽ തന്നെ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ്. അവിടെ പേടിക്കാനൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. നോക്കിയാൽ തന്നെ വളരെ പെട്ടെന്ന് കിട്ടും. ഇനി അടുത്ത നോക്കി നിങ്ങൾ. പടിയെ സമജിയ ഓർ ലിഖിയ എന്നൊരു ഭാഗമുണ്ട്. അതിന് മുമ്പുള്ള നിങ്ങൾ നോക്കണ്ട. അതിൽ ഇസ്മും സിഫത്തും ഫിയലും എന്തൊക്കെയാണ്? ഇസ്മ്, അതുപോലെ സിഫത്ത്, ഫിയല്. ഇതെന്ത് ചെയ്യുക? കണ്ടെത്തി എഴുതുക. നമ്മുടെ ഇപ്പോൾ ഒരു പാഠം കഴിഞ്ഞില്ലേ, കഹാവത്ത് എന്നുള്ള പാഠം കഴിഞ്ഞില്ലേ? അതിലുള്ള ഇസ്മ, ഫിയല്, സിഫത്ത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും എഴുതുക. സിമ്പിളാണ്, നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇൻ ലഫ്സോക്കെ മുത്തസാദ് ലിഖി. വിപരീതം ഇതാനുള്ള പരിപാടിയാണ്. വിപരീതം അതുമാണല്ലോ കുറച്ച് എഴുതുക. വിപരീതം ഇതാ. നമ്മൾ മലയാളത്തിലൊക്കെ വിപരീതം ഉണ്ടാവും, ഇംഗ്ലീഷിൽ വിപരീതം ഉണ്ടാവും, എന്തുപോലെ ഉറുദുവിലുണ്ട്. ആ വിപരീതം നിങ്ങളാണ് എഴുതുക കേട്ടോ.
ബഹാദുർ, വഫ, പാനി, കട്ടെ, അന്തർ, പുരി, ചോട്ട, ആസാനി, ഉംദ, ഇങ്ങനെയൊക്കെയുള്ള കുറേ വിപരീതങ്ങളുണ്ട്. ആ വിപരീതങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസ് നിർബന്ധമായും എല്ലാവരും എഴുതണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും കുറച്ച് കുട്ടികൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ അവതരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ സത്യസന്ധമായിട്ട് മാഷാ അല്ലാഹ് എന്ന് മാത്രം പറയാതെ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു അത് 2 3 വരിയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യൂലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കും. നിങ്ങളുടെ ഓരോ കമൻസുകളും എനിക്കുള്ള വലിയൊരു എനർജിയാണ്, ഒരു ഊർജ്ജമാണ്. അതുകൊണ്ട് നിങ്ങളത് നിർബന്ധമായും ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.